തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. റിപ്പയർ ചെയ്യാനായി അയച്ച് തിരികെ കൊണ്ടുവന്ന നെഫ്രോസ്കോപ്പാണ് മുറിയിലെ പെട്ടിയിലുണ്ടായിരുന്നത് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. റിപ്പയർ ചെയ്യാനുള്ള പണമില്ലാത്തതിനാൽ ഉപകരണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നു. മെഡിക്കൽ ഓഫീസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട വിശദീകരണ കുറിപ്പിലാണ് ഹാരിസ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി എന്ന് പറഞ്ഞ ഉപകരണം ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് പ്രിൻസിപ്പൽ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതിനുള്ള മറുപടിയാണ്, ആ വാർത്താ സമ്മേളനത്തിന് മറുപടിയാണ് ഡോക്ടർ ഹാരിസ് നൽകിയിരിക്കുന്നത്. തൻ്റെ ഓഫീസ് മുറിയിൽ നിന്ന് കണ്ടെടുത്തത് റിപ്പയറിന് കൊണ്ടുപോയ നെഫ്രോസ്കോപ്പുകളാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും വാർത്താ സമ്മേളന ആരോപണത്തിന് ഡോക്ടർ ഹാരിസ് മറുപടി നൽകിയിരിക്കുന്നു. തൻ്റെ ഓഫീസിലെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് വർഷങ്ങളുടെ പഴക്കമുള്ള നെഫ്രോസ്കോപ്പുകളാണെന്നും 10-15 വർഷം പഴക്കമുള്ള ഉപകരണങ്ങൾ കൊച്ചിയിലെ കമ്പനിയിലേക്ക് നന്നാക്കാനായിട്ട് അയച്ചതാണ് എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്നു. പഴക്കമുള്ള ഉപകരണങ്ങൾ നന്നാക്കാനായിട്ട് 2 ലക്ഷത്തിലധികം രൂപ വേണ്ടതിനാൽ അത് വേണ്ടെന്ന് വെച്ച് തിരിച്ചെത്തിക്കാൻ ആവശ്യപ്പെടുകയും അതാണ് HODയുടെ വിലാസത്തിൽ കൊറിയറായി എത്തിയതും ഓഫീസ് മുറിയിൽ നിന്ന് കണ്ടെത്തിയതും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 2 മാസം മുമ്പ് അയച്ചതാണ് നെഫ്രോസ്കോപ്പുകൾ എന്നും ഡോക്ടർ ഹാരിസ് മെഡിക്കൽ ഓഫീസർമാരുടെ ഗ്രൂപ്പിൽ ഇട്ട വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു.